വെൽക്കം ടു ആന്റ്വെർപ്പ്. ബെൽജിയത്തിലെ മെയിൻ സിറ്റികളിൽ ഒന്നായ ആന്റ്വെർപ്പിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഈ സിറ്റി ഫേമസ് ആയിട്ടുള്ളത് 3 കാര്യങ്ങളുടെ പേരിലാണ്. ഒന്ന്, ഈ നാടിന്റെ ചരിത്രം; 2, ഇവിടുത്തെ ഡയമണ്ട് ട്രേഡിംഗ്; 3, ഇവിടുത്തെ കൾച്ചർ. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇതാണ് ആന്റ്വെർപ്പ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. വെറുമൊരു റെയിൽവേ സ്റ്റേഷൻ അല്ല ഇത്. ലോകത്തിലെ തന്നെ രാജകീയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ആന്റ്വെർപ്പിലേത്. സത്യം പറയാലോ, റെയിൽവേ സ്റ്റേഷനുള്ളിലോട്ട് കയറിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള രാജകൊട്ടാരങ്ങളില്ലേ, അതുപോലെ ഒരു റെയിൽവേ സ്റ്റേഷൻ. എന്ത് ഭംഗിയല്ലേ. ഒരുപാട് നല്ല സിനിമകൾക്ക് ലൊക്കേഷനായ റെയിൽവേ സ്റ്റേഷനാണിത്. നമ്മളിവിടെ എത്തിയത് ഒരു ശനിയാഴ്ച രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ ജനത്തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതൊരു റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യുന്നതിൽ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അതോറിറ്റിയുടെ അടുത്തുനിന്ന് പെർമിഷൻ മേടിക്കണം. അതുപോലെ ഒരു ആംഗിളിൽ ഒരുപാട് സമയം ഷൂട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ. ഈ റെയിൽവേ സ്റ്റേഷന്റെ അകത്തളം പോലെ തന്നെ വളരെ ഭംഗിയുള്ളതാണ് ഉൾവശങ്ങളും. ഞങ്ങൾ നടയൊക്കെ കയറി മുകളിലേക്ക് എത്തുമ്പോൾ അവിടെ ഈ സിറ്റിയുടെ പേര് സ്വർണ്ണ ലിപികളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആന്റ്വെർപ്പ്. ഇതിലെ ഓരോ പണികൾക്കും എന്തൊരു ഭംഗിയാണ്. എനിക്കാണ് ഈ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ വളരെ ഇഷ്ടപ്പെട്ടു. സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ഒക്കെ പ്രതീകമായി ഇവിടെ ഒരു പ്രാവിന്റെ സ്കൾപ്ചർ സ്ഥാപിച്ചിട്ടുണ്ട്. പുറകിൽ നിന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇതൊരു കൈപ്പത്തിയാണെന്ന്. പിന്നീട് മുൻപ് വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു പ്രാവാണ്. എന്തായാലും ഈ ഒരു കലാകാരന്റെ കഴിവ് അപാരം തന്നെ. ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ ടെർമിനലിന് താഴെ കൂടി, അതായത് അണ്ടർഗ്രൗണ്ടിൽ കൂടി 2 ട്രാക്കുകൾ പോകുന്നുണ്ട് എന്നതാണ്. ഒരെണ്ണം ഡൊമസ്റ്റിക് ട്രെയിന് വേണ്ടിയിട്ടും മറ്റൊന്ന് ഇന്റർനാഷണൽ ട്രെയിന് വേണ്ടിയിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊവിൻസിലെ ഒരു റെയിൽവേ ഹബ്ബായിട്ടാണ് ആന്റ്വെർപ്പ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നത്. മുൻപ് പറഞ്ഞിരുന്നതുപോലെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഷൂട്ട് ചെയ്യാൻ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉൾക്കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി. റെയിൽവേ സ്റ്റേഷന് തൊട്ടു മുൻപിൽ തന്നെയാണ് ട്രാം സ്റ്റേഷനും. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അവിടെ ഒരു ട്രാം നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രാം കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഓരോ രാജ്യത്തിലെയും പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് കാഴ്ചയിൽ ഡിഫറൻസ് ഉണ്ടെന്ന്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? റെയിൽവേ സ്റ്റേഷനും മെയിൻ റോഡിനും ഇടയ്ക്ക് ഒരു വലിയ ഓപ്പൺ സ്പേസ് ഉണ്ട്. അവിടെയാണെങ്കിൽ ഇരിക്കാൻ ഇരിപ്പിടങ്ങളും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസും ആൾക്കാർക്ക് ബസ് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ചൈന ടൗൺ ആണ്. ഇവിടെയാണെങ്കിൽ രാവിലെ 7:45 ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഷോപ്സ് അധികം ഓപ്പൺ ആയിട്ടില്ല. എങ്കിലും ഞങ്ങൾ ഇതിലേക്ക് നടക്കാന്ന് കരുതി. ഓരോ യാത്രകളും പുതിയ കാഴ്ചകൾക്കൊപ്പം പുതിയ അനുഭവങ്ങളുമാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടരുകയാണ്.